അപ്പോൾ വാട്ടർ ഡിമാൻഡിൽ നമ്മൾ പറഞ്ഞു എന്താണ് പോപ്പുലേഷൻ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വാട്ടർ ഡിമാൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോപ്പുലേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് നോക്കി. ബട്ട് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഇയറിലെ പോപ്പുലേഷൻ അല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ എത്ര വർഷത്തേക്കാണോ ഡിസൈൻ പീരീഡ് എത്രയാണോ ആ വർഷം വരെയുള്ള പോപ്പുലേഷൻ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഫ്യൂച്ചർ പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡിനെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ കുറേ ലിസ്റ്റ് ഔട്ട് ചെയ്തല്ലേ നമ്മൾ ഏതൊക്കെയാണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡാണ്. ഏതാണ്? അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്, അല്ലെങ്കിൽ മീൻ ഇൻക്രീസ് മെത്തേഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മീൻ ഇൻക്രീസ് മെത്തേഡ്, അല്ലെങ്കിൽ മീൻ ഇൻക്രീസ് മെത്തേഡ്, മീൻ മെത്തേഡ്. ഓക്കെ, അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് അല്ലെങ്കിൽ മീൻ മെത്തേഡ് എന്ന് വിളിക്കാം. ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ, ഈ ഒരു മെത്തേഡ് എവിടെയാണ് സ്യൂട്ടബിൾ എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓൾഡ് ഡെവലപ്ഡ് സിറ്റി. ഏതാണ്? ഓൾഡ് ഡെവലപ്ഡ് സിറ്റി which already reached the saturation point, which already reached the saturation point. ഓക്കെ, അപ്പോൾ ഓൾഡ് സിറ്റി ആയിരിക്കണം, ഡെവലപ്ഡ് സിറ്റി ആയിരിക്കണം, അതുപോലെ തന്നെ അത് അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റ് എത്തിയിട്ടുണ്ടായിരിക്കണം. ആ ഒരു സിറ്റിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾഡ് ഡെവലപ്ഡ് സിറ്റി ആയിരിക്കണം. ഓക്കെ, ഇനി ഇതിൽ നമ്മുടെ ഒരു അസംഷൻ ഉണ്ട്. എന്താണ് അസംഷൻ എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദ പോപ്പുലേഷൻ ഇൻക്രീസസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ വിത്ത് ടൈം ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? ഞാനിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ, അതിൽ പോപ്പുലേഷൻ ഓൺ ഈ ആക്സിസും ദെൻ ടൈം ഓൺ എക്സ് ആക്സിസും നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദ എക്സ് ആക്സിസ് ഓർ വൈ ആക്സിസ് അല്ലേ, ആൻഡ് ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദ ഒറിജിൻ. അപ്പോൾ പോപ്പുലേഷനും ടൈമും വെച്ചിട്ട് ഞാനൊരു ഗ്രാഫ് വരച്ചു. അതായത് ടൈം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു റേറ്റ് എന്ന് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്കൊരു എന്താണ് ഇൻക്ലൈൻഡ് ലൈൻ കിട്ടിയത്, വിച്ച് പാസസ് ത്രൂ ദ ഒറിജിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ വിത്ത് ടൈം ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, PN എന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എമൗണ്ട്, ഏതെങ്കിലും ഒരു വസ്തു, അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ d/dt ഓഫ് ദാറ്റ് വസ്തു. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഏതെങ്കിലും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് എന്ന് പറയണമെങ്കിൽ d/dt ഓഫ് ദാറ്റ് എക്സ്, ദാറ്റ് ഈസ് dh/dt ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, പോപ്പുലേഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്. സോ dp/dt എന്ന് പറഞ്ഞിട്ട് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ dp ഈസ് ഈക്വൽ ടു k dt ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. സോ k ഇൻറ്റു dt. ആൻഡ് നമ്മൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് p1 to p2 ആൻഡ് t1 to t2. സോ നമുക്ക് എന്ത് കിട്ടി, p2 മൈനസ് p1 ഇസ് ഈക്വൽ ടു k ഇൻറ്റു t2 മൈനസ് t1 എന്ന് കിട്ടി. ആൻഡ് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ഇതല്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിക്കവാറും നമ്മുടെ പ്രോബ്ലംസിൽ, നിങ്ങൾക്ക് കേരള PSC ആണെങ്കിലും ചെറിയ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഈ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ ആഫ്റ്റർ n ഡിക്കേഡ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഡേറ്റാസ് തന്നിട്ടുണ്ടാവും. എത്രയാണ് സെറ്റ് ഓഫ് ഡേറ്റാസ് എന്ന് പറയുന്നത്? 1970, 1980, 1990, ഇങ്ങനെ നമുക്ക് എന്താണ് ഓരോ വർഷവും അതിൻ്റെ എന്താണ് പോപ്പുലേഷൻസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഓരോ വർഷവും അതിൻ്റെ പോപ്പുലേഷൻസ് നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ടാവും. അവർ നിങ്ങളോട് പറയുന്നത് 2010 പോപ്പുലേഷൻ കണ്ടുപിടിക്കാൻ പറയും. സോ നമ്മുടെ ഇവിടെ ഒരു ഡീക്കേഡ്, 1 ഡീക്കേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10 years. എത്രയാണ്? ഇറ്റ് ഈസ് 10 years. 1 ഡീക്കേഡ് എന്ന് പറഞ്ഞാൽ 10 years. സോ 1990 മുതൽ 2010 വരെ എത്രയാണ് വർഷങ്ങളുള്ളത്? ഇറ്റ് ഈസ് 20 years അല്ലേ. അതായത് 1990 മുതൽ 2000 വരെ 10 years, ദെൻ 2000 മുതൽ 2010 വരെ 10 years. ദാറ്റ് ഈസ് 20 years ആണ് ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. സോ നമ്പർ ഓഫ് ഡീക്കേഡ്സ് എത്രയാണ്? 20 years ആണെങ്കിൽ എത്ര ഡീക്കേഡാണ്? 2 ഡീക്കേഡ്. എത്രയാണ്? 2 ഡീക്കേഡ് ആണല്ലോ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1, 2, 3 അങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്. ഒരിക്കലും 10 years അല്ലെങ്കിൽ 30 years ഒന്നും വരത്തില്ല. ഓക്കെ, സോ നമ്മൾ അപ്പോൾ എന്തോ പറഞ്ഞുകൊണ്ട് വന്നേ,
ഇവിടെ ഇപ്പോൾ 1970, 1980, 1990 കുറേ പോപ്പുലേഷൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. നമ്മളത് 2010 വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. സോ എത്ര ഡീക്കേഡ് കഴിഞ്ഞിട്ടുള്ളതാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്? 1990 കഴിഞ്ഞിട്ട് 2 ഡീക്കേഡ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ലാസ്റ്റ് നോൺ സെൻസസ് പോപ്പുലേഷൻ ഏതാണ്? ഇറ്റ് ഈസ് 1990 അല്ലേ? ലാസ്റ്റ് നോൺ സെൻസസ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 1990. സോ ലാസ്റ്റ് നോൺ സെൻസസ് പോപ്പുലേഷൻ മുതൽ നമ്മുടെ ഫ്യൂച്ചർ പീരീഡ് എത്രയാണോ അതുവരെയുള്ള ഡീക്കേഡ്സിൻ്റെ എണ്ണം വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. Pn is equal to P0 plus NH bar എന്നാണ് ഇക്വേഷൻ. ആൻഡ് ഇതിൽ നിന്ന് നമ്മൾ P0 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നോൺ സെൻസസ് പോപ്പുലേഷൻ. ഈ കേസിൽ ഏത് പോപ്പുലേഷൻ വരെയാണ് നമുക്കറിയാം? 1990 വരെയുള്ള പോപ്പുലേഷൻ അറിയാം. സോ എൻ്റെ P0 എന്ന് പറയുന്നത് നമ്മുടെ P3 ആണ്. P0 ഈക്വൽ ടു, ഈ ഒരു കേസിൽ P0 ഈക്വൽ ടു P3. ദെൻ n എന്ന നമ്പർ ഓഫ് ഡീക്കേഡ്സ് ബിറ്റ്വീൻ നൗ ആൻഡ് ഫ്യൂച്ചർ. നൗ എത്രയാണ് പോപ്പുലേഷൻ? 1990 ആണ്. 1990 വാല്യൂ P3 ആണ്. ദെൻ 2010 വരെ എത്ര വർഷമുണ്ട്, എത്ര ഡേക്കേഡ്സ് ഉണ്ട്, അതാണ് n എന്ന് പറയുന്നത്. ദെൻ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ഞാനിവിടെ 1970 മുതൽ 1980 വന്നപ്പോഴത്തേക്കും എക്സ് പോപ്പുലേഷൻ കൂടി. അതായത് P2 മൈനസ് P1 ചെയ്തപ്പോൾ എനിക്ക് X1 എന്ന് കിട്ടി. ദെൻ 1980 നിന്ന് 1990 വന്നപ്പോൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് X2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാല്യൂസിൻ്റെയും ആവറേജ്, ദാറ്റ് ഈസ് X1 പ്ലസ് X2/2 എന്ന് പറയുന്നതാണ് എൻ്റെ എക്സ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, നമുക്ക് 5 ഡീക്കേഡ്സിലെ പോപ്പുലേഷൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പറയുന്നത് 1970 കഴിഞ്ഞിട്ടുള്ള 1, 2 and 3 ഡീക്കേഡ്സിലെ പോപ്പുലേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത് ബൈ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇയർ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ് 2 കോളം ആക്കുക. ദെൻ അടുത്തൊരു കോളം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 1930 നിന്നും 1940 വന്നപ്പോൾ എത്രയാണ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തത്? ഇറ്റ് ഈസ് 3000 ആണല്ലോ. 3000 ആണ് ഇൻക്രീസ് ചെയ്തത്. ദെൻ 1940 നിന്നും 1950 വന്നപ്പോഴത്തേക്കും എത്രമാത്രം ഇൻക്രീസ് ചെയ്തു? ഇറ്റ് ഈസ് 6000. ഓക്കെ, ദെൻ അഗെയിൻ 1950 നിന്നും 1960 വന്നു. ദാറ്റ് ഈസ് 34,000 നിന്നും 42,000 വന്നു എന്നുണ്ടെങ്കിൽ അവിടെ എത്രയാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്? 8,000. ഓക്കെ, ദെൻ 1960 to 1970 എത്രയാണ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 42,000 നിന്നും 47,000 ആയി. ദാറ്റ് ഈസ് 5,000 ആണല്ലോ. അപ്പോൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ Pn is equal to P0 plus NX bar ആണല്ലോ. ഓക്കെ, നമ്മുടെ വാല്യൂസ് ഇത്രയാണ്. ദെൻ അപ്പോൾ നമുക്ക് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് ബാർ കണ്ടുപിടിക്കാമല്ലോ. എന്താണ് എക്സ് ബാർ എന്ന് പറയുന്നത്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എന്താണ്? 3000 പ്ലസ് 6000 പ്ലസ് 8000 പ്ലസ് 5000 ദ ഹോൾ ഡിവൈഡ് ബൈ 1, 2, 3, 4. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബാർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് ബാർ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5500 ആണ് കിട്ടുന്നത്. എത്രയാണ് എക്സ് ബാറിൻ്റെ വാല്യൂ കിട്ടുന്നത്? 5500. ഇനി നമ്മുടെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്ത പോലെ Pn is equal to P0 plus NX bar. P0 എത്രയാണ്? P0 എന്ന് പറയുന്നത് നമ്മുടെ 1980 വാല്യൂ ആയിരുന്നു. നമുക്ക് ലാസ്റ്റ് നോൺ സെൻസസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ 1980 പോപ്പുലേഷൻ എത്രയാണ്? 47,000 പ്ലസ് n എത്രയാണ്? 1970 പോപ്പുലേഷൻ. 1970 പോപ്പുലേഷൻ ആയിരുന്നു 47,000 എന്ന് പറയുന്നത്. എനിക്ക് അടുത്ത ഡീക്കേഡ് 1, 2 and 3 ഡീക്കേഡിലെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ 1980 വരുമ്പോഴത്തേക്കും എത്ര ഡീക്കേഡായി? ഇതിനിടയ്ക്ക് 1 ഡീക്കേഡ്. സോ n is equal to 1. ദെൻ അവിടുത്തെ എക്സ് ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് 5500. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടാം. ദെൻ എനിക്ക് പോപ്പുലേഷൻ ആഫ്റ്റർ 2 ഡേക്കേഡാണ് വേണ്ടതെങ്കിലോ എനിക്ക് ലാസ്റ്റ് നോൺ ഒന്നുകിൽ എനിക്ക് എങ്ങനെ ചെയ്യാം? 1970 തന്നെയാണ് എൻ്റെ ലാസ്റ്റ് നോൺ സെൻസസ് പോപ്പുലേഷൻ. സോ 47,000 P0 എന്ന് പറഞ്ഞാൽ 47,000 പ്ലസ് 1990 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ഡീക്കേഡായി? 2 ഡീക്കേഡായി. സോ എന്നിൻ്റെ വാല്യൂ 2 ആൻഡ് എക്സ് ബാർ എന്ന് പറയുന്നത് സെയിം. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വേറൊരു രീതി ചെയ്യാം. P1990 എന്ന് പറയുന്നത് ഈക്വൽ ടു, ഞാനിവിടെ ഓൾറെഡി 1980 വാല്യൂ കണ്ടുപിടിച്ചില്ല. എത്രയാണ്? ഇറ്റ് ഈസ് 52,500. അതിനെ ഞാൻ P0 ആയിട്ട് എടുത്തു. പ്ലസ്
1980 നിന്നും 1990 വരെ എത്ര ഡീക്കേഡാണ്? 1 ഡീക്കേഡ് ഇൻറ്റു 5500. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ഒരു വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ പോപ്പുലേഷൻ ആഫ്റ്റർ 3 ഡീക്കേഡ് എന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഇതേപോലെ സിമിലർ ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ് പോപ്പുലേഷൻ ഫോർ ആൻ ഓൾഡ് ഡെവലപ്ഡ് ലാർജ് സിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു ഓൾഡ് ഡെവലപ്ഡ് ലാർജ് സിറ്റി ആണെങ്കിൽ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് മീൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡാണ്. ഓക്കെ, ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്. നമ്മൾ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് എവിടെയാണ് പറഞ്ഞത്? ഓൾഡ് ഡെവലപ്ഡ് സിറ്റിയിലാണ് പറഞ്ഞതെങ്കിൽ ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് യങ് ആൻഡ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് സിറ്റീസ്. എവിടെയാണ്? യങ് ആൻഡ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് cities where population is increasing at an exponential rate. എക്സ്പൊണൻഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഞാനിവിടെ ഇപ്പോൾ ഒരു പോപ്പുലേഷനും ടൈമും വെച്ചിട്ട് ഞാനൊരു ഗ്രാഫ് വരച്ചാൽ ദാ ഇങ്ങനെയാണ് എക്സ്പൊണൻഷ്യൽ കർവ് വരുന്നത് അല്ലേ. സോ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഒരു എക്സ്പൊണൻഷ്യൽ റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും വേണ്ട, കാരണം ഇത് നിങ്ങൾക്ക് ചോദിക്കാനൊന്നും പോകുന്നില്ല, പ്രോബ്ലമായിട്ട് ചോദിക്കാൻ പോകുന്നില്ല, ബട്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ജോമെട്രി ഇൻക്രീസ് മെത്തേഡ് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് യൂണിഫോം ഇൻക്രീസ് മെത്തേഡ്. അത് മറക്കരുത് കേട്ടോ, യൂണിഫോം ഇൻക്രീസ് മെത്തേഡ് എന്നും ഇതിനെ നമ്മൾ വിളിക്കും. ഇനി ഇവിടുത്തെ അസംഷൻ എന്ന് പറയുന്നത് ദ പെർ ഡീക്കേഡ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റൻറ്റ് ആൻഡ് ദ ഇൻക്രീസ് ഇൻ കോമ്പൗണ്ട് ഓവർ ദ എക്സിസ്റ്റിംഗ് പോപ്പുലേഷൻ എവരി ഡീക്കേഡ്. അപ്പോൾ ഇതൊന്നും വേണ്ട. ഓക്കെ, ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു പോയിന്റ്, പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈസ് അസ്യൂംഡ് ആസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? നേരത്തെ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ നമ്മളൊരു അസംഷൻ പറഞ്ഞത് എന്താണ്? ദ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് എന്നാണ് പറഞ്ഞത്. പോപ്പുലേഷൻ ഇൻക്രീസ് ആവുന്നത് കോൺസ്റ്റൻറ്റ് റേറ്റിലാണ്. അതായത് ഈ വർഷം 5500 എണ്ണം കൂടിയെങ്കിൽ അടുത്ത വർഷം എത്ര പേര് കൂടും? 5500 എണ്ണം തന്നെ പോപ്പുലേഷൻ കൂടും, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പറഞ്ഞത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഈസ് അസ്യൂംഡ് ആസ് കോൺസ്റ്റൻറ്റ്. അതായത് നമ്മുടെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്നു, അത് കഴിഞ്ഞ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്നു. ആ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, അതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇനി അരിത്തമെറ്റിക് മെത്തേഡിലാണെങ്കിൽ നമ്മൾ കോമ്പൗണ്ടിങ് ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ ജോമെട്രിക് മെത്തേഡിൽ നമ്മൾ ഓരോ ഡീക്കേഡിലും കോമ്പൗണ്ടിങ് ചെയ്യുന്നുണ്ട്. അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോമിലാണ് നമുക്ക് ഇതിനകത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പോപ്പുലേഷൻ ആഫ്റ്റർ n ഡീക്കേഡ് നമ്മുടെ ഇക്വേഷൻ നിന്ന് Pn is equal to P0 into 1 plus R by 100 the whole raised to n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ R എന്ന് പറയുന്നതാണ് നമ്മുടെ ജോമെട്രിക് മീൻ ഓഫ് പെർസെൻറ്റേജ് ഇൻക്രീസ്. അതായത് ഞാൻ ആദ്യം നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തതിൽ എന്താണ് ഇയർ നമ്മളൊരു ടേബിൾ വരച്ച് ഓർക്കുന്നുണ്ടോ? ഇയർ, പോപ്പുലേഷൻ, ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എഴുതിയത് എന്താണ്? ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്നായിരുന്നു എഴുതിയത് ആണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഇവിടെ ഇപ്പോൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ H1, H2, H3 എന്നാണ് വന്നതെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് H2 മൈനസ് H1 ഡിവൈഡഡ് ബൈ H1 ഇൻറ്റു 100. ഇവിടെ രണ്ടാമത്തേൽ വരുമ്പോഴോ H3 മൈനസ് H2 ഡിവൈഡഡ് ബൈ H3 ഇൻറ്റു 100. ഇതാണ് എന്തെന്ന് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് Y1 ഉം Y2 ആണെന്ന് പറയുന്ന രണ്ട് വാല്യൂ കിട്ടുന്നു എന്ന് ചോദിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ എന്ത് വേണം? R വാല്യൂ വേണം. R എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? Y1 പ്ലസ് Y2 ബൈ 2, അതായത് അതിൻ്റെ ആവറേജ് വാല്യൂ. ഓക്കെ, അപ്പോൾ ജോമെട്രിക് മീൻ ഓഫ് പെർസെൻറ്റേജ് ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. ഈ R എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ എന്താ എടുത്തത്? അരിത്തമെറ്റിക് മീനാണ് എടുത്തത്. ഇതെന്താണ്? അരിത്തമെറ്റിക് മീനാണ് ഞാൻ എടുത്തത്. എനിക്ക് വേണമെങ്കിൽ ജോമെട്രിക് മീനും എടുക്കാം. ജോമെട്രിക് മീൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ ഈ ഒരു കേസിൽ R is equal to സ്ക്വയർ റൂട്ട് ഓഫ് Y1 ഇൻറ്റു Y2 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ കുറേ പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് വരും? Y1 ഇൻറ്റു Y2 ഇൻറ്റു Y3 ഇൻറ്റു Y4 എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് റൂട്ട് എന്ന് പറഞ്ഞ് നമ്മൾ, അപ്പോൾ ടീത്ത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് എഴുതുന്നത് ടീത്ത് റൂട്ട് ഓഫ് A ഇൻറ്റു B ഇൻറ്റു C ഇൻറ്റു D എന്നാണ് നമ്മൾ സാധാരണ എഴുതുന്നത്. ഓക്കെ,
അതൊന്നും വേണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി ഏതിലാണ് കൂടുതൽ വാല്യൂ തരുന്ന, ജോമെട്രിക് മെത്തേഡിലാണോ അരിത്തമെറ്റിക് മെത്തേഡിലാണോ? അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡാണ് കൂടുതൽ ഹയർ വാല്യൂ നമുക്ക് തരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ഫോർകാസ്റ്റിംഗ് പോപ്പുലേഷൻ ഫോർ എ യങ് ആൻഡ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് സിറ്റി. യങ് ആൻഡ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് ആണെങ്കിൽ നമ്മുടെ മെത്തേഡ് ഏതാണ്? ജോമെട്രിക് മീൻ മെത്തേഡാണ്. ഓൾറെഡി ഡെവലപ്ഡ് സിറ്റി ആണെങ്കിൽ അരിത്തമെറ്റിക് മീൻ മെത്തേഡ്. ഈ 2 പോയിന്റ്സ് ഒരിക്കലും മറക്കരുത്. ഓക്കെ, then as compared to the geometric increase method of forecasting population, arithmetic increase method gives, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ആണ്, എന്താണ്, ജോമെട്രിക് മെത്തേഡിൽ കൂടുതൽ ഹയർ വാല്യൂ ആയിരിക്കും തരുന്നത് വെൻ കമ്പയർഡ് ടു അരിത്തമെറ്റിക് മെത്തേഡ്. ഇവിടെ എന്താ ചോദിക്കുന്നത്? ഇൻക്രീസ് മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റ്. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് ഗീവ്സ് എന്താണ്? അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് എന്താ? ലെസർ വാല്യൂവും ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് ഹയർ വാല്യൂ ആണ് തരുന്നത്. സോ ഇവിടെ വരുന്നത് ലെസർ വാല്യൂ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത് വരുന്നത് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്. ഓക്കെ, ഈ മെത്തേഡിനെ നമ്മൾ മെത്തേഡ് ഓഫ് വേരിയിങ് ഇൻക്രിമെൻ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അതായത് നമ്മളിവിടെ ഓരോ ഡീക്കേഡിലും ഗ്രോത്ത് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടൊന്നും അല്ല, ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടൊന്നും അല്ല നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളെവിടെ ചെയ്തത്? അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിലും ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡിലും ചെയ്തത്. അരിത്തമെറ്റിക്കിൽ എന്തായിരുന്നു? ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. ജോമെട്രിക്കിലാണെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒന്നുകിൽ എപ്പോഴും ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കണമെന്നുണ്ടോ പോപ്പുലേഷൻ? എന്തെങ്കിലും ഒരു പാൻഡമിക്കോ അല്ലെങ്കിൽ എർത്തിക്കോ എന്തെങ്കിലുമൊക്കെ വന്ന് കുറേ ആൾക്കാർ മരിച്ചുപോയി, അങ്ങനെയാണ് എന്ത് ചെയ്യുക? അവിടെ പോപ്പുലേഷനിൽ ഡിക്രീസ് വരാം. സോ നമ്മുടെ ഈ ഓരോ വർഷം കഴിയും തോറും ഒന്നുകിൽ ഇൻക്രീസ് ആകും, പോപ്പുലേഷൻ ഇൻക്രീസ് ആകും, അല്ലെങ്കിൽ ഡിക്രീസ് ആകാം. അതെന്ന് പറയുന്നത് അവിടുത്തെ എന്താണ് ആ ഒരു കണ്ടീഷൻസിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡിൽ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Pn = P0 + nx bar + n × n + 1/2 × y bar. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ എക്സ് ബാർ എല്ലാം നമ്മൾ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ പറഞ്ഞ പോലെ തന്നെ. ഇനി y bar എന്താണെന്ന് നമ്മൾ അറിയണം. y bar എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ നമ്മൾ വരച്ച ടേബിൾ ഓർക്കുക. ഇയർ, പോപ്പുലേഷൻ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ഓക്കെ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതെന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ H1, H2, H3, H4, H5 എന്നെന്ന് വയ്ക്കാം. അങ്ങനെയാണ് എൻ്റെ എക്സ് ബാർ എന്താണ്? എക്സ് ബാർ എന്ന് പറയുന്നത് ഈക്വൽ ടു H1 + H2 + H3 + H4 + H5 / 5. അതിൻ്റെ അരിത്തമെറ്റിക് മീൻ. ഇനി എനിക്ക് ഈ ഒരു ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ഒരു കോളം കൂടി വേണം. അതിനകത്ത് എഴുതേണ്ടത് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. എന്താണ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ? അതായത് ഈ ഒരു ഇവിടെ ഇപ്പോൾ എന്താണ് H1 ആയി, H2 ആയി, അടുത്ത വർഷം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ H2 ആണ്, അത് കഴിഞ്ഞുള്ള വർഷം H3 ആണ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. സോ ഈ ഇൻക്രീസിൽ എന്തുമാത്രം ഇൻക്രീസ് ഉണ്ട് എന്നാണ്, ഈ ഇൻക്രീസിൽ എന്തുമാത്രം ഇൻക്രീസ് ഉണ്ട്, അതാണ് ഇവിടെ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ. സോ നമ്മളിവിടെ ഇങ്ങനെ കണ്ടുപിടിക്കും. നമ്മളിവിടെ എഴുതേണ്ടത് H2 - H1, H3 - H2, H4 - H3, H5 - H4. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് അവിടുത്തെ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് കിട്ടും. അതിനെ ഞാൻ Y1, Y2, Y3, Y4 എന്ന് എഴുതിയെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ y ബാർ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടി സമ്മാണ്. ദാറ്റ് ഈസ് y1 + y2 + y3 + y4 / 4 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് റിലേറ്റഡ് ഒരു പ്രോബ്ലം ചെയ്യാം. അതായത് ഇവിടെ ഇപ്പോൾ 1930 മുതൽ 1970 വരെയുള്ള പോപ്പുലേഷൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 1, 2 and 3 ഡിക്കേഡ്സ് കഴിയുമ്പോഴുള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു? ഇയറും പോപ്പുലേഷൻ എത്തി ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിച്ചു. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുക, ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ദാറ്റ് ഈസ് സെക്കൻഡ് വാല്യൂ മൈനസ് ഫസ്റ്റ് വാല്യൂ ചെയ്യുക. അടുത്ത് വന്നപ്പോൾ എന്തോ ചെയ്തു? വീണ്ടും ഈ വാല്യൂ മൈനസ് ഈ വാല്യൂ 6000 അങ്ങനെ ചെയ്ത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിച്ചു. ദെൻ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് എന്ന് പറയുന്നത് 6000 - 3000, ദാറ്റ് ഈസ് 3000, 8000 - 6000, ദാറ്റ് ഈസ് 2000, 5000 - 8000 എത്ര വരും? ഇറ്റ് ഈസ് -3000. അത് ആ നെഗറ്റീവ്സ് തന്നെ അവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, നമ്മൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷനാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തിരിച്ചായിരുന്നു. ഇവിടെ 28,000 ഇവിടെ 25,000 ആണെങ്കിൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ നമ്മൾ എത്ര എഴുതുമായിരുന്നു?
-3,000 എന്ന് എഴുതുമായിരുന്നു. കാരണം നമ്മൾ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ബട്ട് അവിടെ എന്താണ് സംഭവിച്ചത്? പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. അപ്പം അവിടെ അങ്ങനെ ഒരു കേസ് വന്നില്ല. ബട്ട് ഇവിടെ എന്ത് ചെയ്തു? വന്നു. അതായത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷനിൽ ഇവിടെ 5,000 - 8,000 ചെയ്യുമ്പോൾ -3,000. എപ്പോഴും നിങ്ങൾ സെക്കൻഡ് വാല്യൂവിൽ നിന്ന് ഫസ്റ്റ് വാല്യൂ കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ തെറ്റത്തില്ല. അപ്പോൾ നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് എടുക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്തു? എക്സ് ബാർ കണ്ടുപിടിച്ചു. എക്സ് ബാർ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം കൂടി സമ്മ്, ടോട്ടൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എടുക്കുക, അതിൻ്റെ സമ്മ് എടുക്കുക, അത് ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എക്സ് ബാർ കിട്ടി. ദെൻ വൈ ബാർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 2,000 ആയിരുന്നു, അതിൻ്റെ ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ അവിടുത്തെ വൈ ബാർ കിട്ടി. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. 1980 കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അതായത് 1970 വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഒരു വർഷം 1 ഡീക്കേഡ് കഴിയുമ്പോഴാണ് 1980 ആവുന്നത്. സോ 1 എന്ന് ഇട്ട് കൊടുക്കുക. ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഡിക്രീസ് ഗ്രോത്ത് റേറ്റ് മെത്തേഡാണ്. ഡിക്രീസ് ഗ്രോത്ത് റേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ദ ആവറേജ് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇസ് വർക്ക്ഡ് ഔട്ട് ആൻഡ് ഈസ് ദെൻ സബ്ട്രാക്റ്റഡ് ഫ്രം ദ ലേറ്റസ്റ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഫോർ ഈച്ച് സക്സസീവ് ഡീക്കേഡ്. ഓക്കെ, അതായത് നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ ആവറേജ് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ സേ 2%, 3%, ദെൻ 2%, 4%, ഇങ്ങനെയൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ ആവറേജ് ഡിക്രീസ് കണ്ടുപിടിക്കുക. അതായത് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണ്? ഇറ്റ് ഈസ് 3 - 2 എത്രയാണ്? 1 ആണ് വന്നത്. ബട്ട് അവിടെ പോസിറ്റീവ് വാല്യൂ ആണ്. അതിപ്പോൾ ഡിക്രീസ് ആണോ ഇൻക്രീസ് എന്നാണ്? അപ്പോൾ ഡിക്രീസ് ആണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് ഈസ് -1%. ദെൻ 2 - 3 ദാറ്റ് ഈസ് -1 വന്നു. ദാറ്റ് ഈസ് അവിടെ ഡിക്രീസ് ആയി. സോ +1%. ഡിക്രീസ് ആണ് പറയുന്നത്. ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ്. ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് നമ്മൾ എഴുതുന്നത്. ദെൻ 4 - 2 എത്രയാണ്? 2%. 2% അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്തത്. ബട്ട് നമുക്ക് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് വേണ്ടത്. സോ -2%. ഇനി എന്ത് ചെയ്യണം? ഞാൻ ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ആവറേജ് എടുക്കുമ്പോൾ സേ എക്സ് എന്ന് പറഞ്ഞ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ നമ്മൾ എപ്പോഴും ലേറ്റസ്റ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ്, ഇവിടുത്തെ ലേറ്റസ്റ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഏതാണ്? 4% ആണ്. അതിൽ നിന്നും ഈ എക്സ് വാല്യൂ കുറയ്ക്കണം. 4 - X%. ഓക്കെ, അതാണ് നമ്മളവിടെ എടുക്കേണ്ടത് ഫോർ ഈച്ച് സക്സസീവ് ഡിഗ്രി. ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇനി ഈ മെത്തേഡ് എവിടെയാണ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ വെയർ പോപ്പുലേഷൻ ഈസ് ഡിക്രീസിങ് ടുവേർഡ്സ് സാച്ചുറേഷൻ. ഓക്കെ, സാച്ചുറേഷനിൽ എത്തുന്നതോറും എന്താണ് പോപ്പുലേഷൻ ഡിക്രീസ് ആവുന്ന സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിക്രീസ് ഗ്രോത്ത് റേറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഇക്വേഷൻ തന്നെയാണ്. P0 × 1 + R/100 the whole raised to n ആയിരുന്നു ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡിൻ്റെ ഇക്വേഷൻ. അവിടെ n എന്ന് പറഞ്ഞാൽ = 1 ആകുമ്പോൾ ഉള്ള ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ P0 എന്നുള്ള ലാസ്റ്റ് വൺ സെൻസസ് പോപ്പുലേഷൻ, R എന്നാണ് ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ഈ ആറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഓരോ പ്രാവശ്യം എന്ത് ചെയ്യണം? ആവറേജ് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് കുറയ്ക്കണം. അതെന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. അപ്പോൾ ഇയറും പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു? ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടുപിടിച്ചു. ദെൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 50%, 41.7, 32. ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കുക. ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് അത് എത്രയാണ്? ഇറ്റ് ഈസ് 8.3. അപ്പോൾ 8.3 വന്നപ്പോഴത്തേക്ക് എന്താണ്? മൈനസ് ആണ് വന്നത്. 41.7 - 50 ചെയ്തപ്പോൾ -8.3 എന്ന് വന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് വാല്യൂ -സെക്കൻഡ് വാല്യൂ ചെയ്യുക. അതാണ് നല്ലത്. ഓക്കെ, വേറെ ഒന്നും ആലോചിക്കേണ്ട. ഫസ്റ്റ് വാല്യൂ -സെക്കൻഡ് വാല്യൂ ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ആണ് കിട്ടുന്നത്, പോസിറ്റീവ്. ദെൻ ഫസ്റ്റ് വാല്യൂ -സെക്കൻഡ് വാല്യൂ ചെയ്തപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. സോ ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി വാല്യൂ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മതാണ് 17.6 ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണ്? ഇറ്റ് ഈസ് 17.6 ഡിവൈഡഡ് ബൈ 1, 2. രണ്ട് വാല്യൂ വിലയുള്ളൂ. സോ 2. അപ്പോൾ ആവറേജ് വാല്യൂ നമുക്ക് കിട്ടി 8.8. അപ്പം നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓരോ വർഷവും നമ്മളടുത്ത് ഈ വർഷങ്ങളിലെ വാല്യൂസാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഡിക്രീസ് ഗ്രോത്ത് റേറ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ആവറേജ് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഈ സബ്ട്രാക്റ്റഡ് ഫ്രം ലേറ്റസ്റ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ്.
ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ 1970 പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 32.4 ആയിരുന്നു. ഓക്കെ, അതിൽ നിന്നും എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ആവറേജ് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ദാറ്റ് ഈസ് 8.8 മൈനസ് ചെയ്യുക. അപ്പോൾ 23.6 കിട്ടി 1980. അടുത്ത വർഷം വരുമ്പോൾ എന്ത് ചെയ്യണം, ഈ 23.6 നിന്നും എന്ത് ചെയ്യണം, ഈ 8.8 വീണ്ടും മൈനസ് ചെയ്യുക, 14.8. 2000 വരുമ്പോഴത്തേക്കും 14.8 നിന്നും വീണ്ടും 8.8 വരെ 6 ആണ്. ഇതിൻ്റെ പോപ്പുലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ, P(n=P0 × 1 + R/100 ആണ്. അപ്പോൾ അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. P0 എന്ന് പറഞ്ഞത് 1980 എടുക്കുമ്പോൾ 1970 വാല്യൂ ആണ് ഇവിടെ എടുത്തേക്കുന്നത്. ആൻഡ് ഇവിടെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും തൊട്ട് മുന്നത്തെ വാല്യൂ തന്നെ എടുക്കണം, കാരണം നമ്മൾ n എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇവിടെ 1990 എടുക്കുമ്പോൾ 1980 പോപ്പുലേഷൻ്റെ വാല്യൂ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ അപ്പോൾ അത്രയാണ് നമുക്ക് ഡിക്രീസ് ഗ്രോത്ത് റേറ്റിൽ പറയാനായിട്ട് ഉള്ളത്. ഇനി അടുത്ത് പറയുന്നത് സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡാണ്. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു ഫ്രം ദ അവൈലബിൾ ഡാറ്റ ബിറ്റ്വീൻ ടൈം ആൻഡ് പോപ്പുലേഷൻ. ഓക്കെ, ടൈമും പോപ്പുലേഷനും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ദ കർവ് ഈസ് ദെൻ സ്മൂത്ത്ലി എക്സ്റ്റെൻഡഡ് അപ് ടു എ ഡിസൈഡ് ഇയർ. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കർവാണ് വരയ്ക്കുന്നത്. ഈ കർവിനെ നമ്മൾ ലോജിസ്റ്റിക് കർവ് എന്ന് വിളിക്കും. സോ ഇവിടെ പോപ്പുലേഷനും ഇവിടെ ടൈമും വെച്ചിട്ട് ഞാൻ വരച്ചു. സോ നമുക്കൊരു ലോജിസ്റ്റിക് കർവ് കിട്ടിയെന്ന് വയ്ക്കാം. എനിക്കിതാ ഇതുവരെയുള്ള ഡേറ്റയാണ് ഉള്ളത്. എനിക്ക് ഈ ടൈം എന്ന് പറഞ്ഞ് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഉള്ള ഡേറ്റ വേണം. ഞാൻ എന്ത് ചെയ്യണം, ഈ കർവിനെ സ്മൂത്ത്ലി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, അതിന് കറസ്പോണ്ടിങ് പോപ്പുലേഷൻ കിട്ടി. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫ്യൂച്ചർ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇതെന്ന് പറയുന്നത് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണോ? ഇല്ല, ഇറ്റ് ഈസ് അൺസേഫ് ടു യൂസ് ദിസ് മെത്തേഡ്. എന്താണ് ഇതെന്ന് പറയുന്നത്, അൺസേഫ് ആണ്. ഈ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് അൺസേഫ് ആണ്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ വളരെ അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമാണ് തരുന്നത്. എന്താണ്, വളരെ അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമാണ് തരുന്നത്. ഓക്കെ, ഇനി എക്സ് ആക്സിസിൽ എന്ത് വരും, എക്സ് ആക്സിസിൽ ഇയറും വൈ ആക്സിസിൽ നമ്മുടെ പോപ്പുലേഷനാണ് വരുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഒരു ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. നമുക്കിങ്ങനെ ഇയറും പോപ്പുലേഷൻ വെച്ചിട്ട് നമുക്ക് തന്നു. ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, എനിക്ക് 2000 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 2000 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1940 വരെ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഈ ഗ്രാഫിനെ ഇങ്ങോട്ടേക്ക് വരച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യണം, സ്മൂത്ത്ലി. അപ്പോൾ 2000 ഇവിടെയാണ് വരുന്നതെന്ന് വയ്ക്കാം. ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുമ്പോൾ 2000 വാല്യൂ ഇവിടെ വന്നു. സോ അതിന് കറസ്പോണ്ടിങ് പോപ്പുലേഷനും നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2000 നേരെ ഈ ഗ്രാഫ് ഇങ്ങനെ പോയി അത് എക്സ്റ്റെൻഡ് ചെയ്താൽ എവിടെ എത്തും, ഈ ഒരു പോയിന്റിലെത്തും. ഈ പോയിന്റിന് നേരെയുള്ള പോപ്പുലേഷൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ആ തിയറി മാത്രം അറിഞ്ഞിരിക്കുക. ദെൻ കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെത്തേഡിൽ നമ്മുടെ പാസ്റ്റിൽ, അത് നമ്മളിപ്പോൾ ഒരു സിറ്റി കൺസിഡർ ചെയ്യുന്നത്, സേ ട്രിവാൻഡ്രം സിറ്റിയാണ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്ന സിറ്റി. ബട്ട് അതിന് മുന്നേ തന്നെ എറണാകുളം സിറ്റി അതിൻ്റെ പോപ്പുലേഷനൊക്കെ, അതായത് ട്രിവാൻഡ്രം സിറ്റിയുടെയും എറണാകുളം സിറ്റിയുടെയും ക്യാരക്ടറിസ്റ്റിക്സ്, പോപ്പുലേഷനിലൊക്കെ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ സെയിം ആണെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ എറണാകുളം സിറ്റിയിൽ എങ്ങനെയാണോ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻസും എങ്ങനെയായിരുന്നു, ആ ഒരേ കണ്ടീഷനായിരിക്കും എൻ്റെ ട്രിവാൻഡ്രം സിറ്റിക്ക് എന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോജിക്കൽ ബാക്ക്ഗ്രൗണ്ട്. എന്താണ് കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്നത് നമ്മുടെ ഒരു ലോജിക്കിൻ്റെ പുറത്ത് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, വെരി പ്രിസൈസ് ആൻഡ് റിലയബിൾ ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് മെത്തേഡ്. ഓക്കെ, വളരെ പ്രിസൈസും റിലയബിളും ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് കിട്ടും. സോ ഇൻ ദിസ് മെത്തേഡ് ദ സിറ്റീസ് ഹാവിംഗ് കണ്ടീഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് സിമിലർ ടു ദ സിറ്റീസ് ഹൂസ് ഫ്യൂച്ചർ പോപ്പുലേഷൻ ഈസ് ടു ബി എസ്റ്റിമേറ്റഡ് ആർ ഫസ്റ്റ് ഓഫ് ഓൾ സെലക്റ്റഡ്. അപ്പോൾ അത് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും. Okay, then it is then assumed that the city under consideration will develop as the selected similar cities have developed in the past. Okay, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സിറ്റി അത് എങ്ങനെയാണോ അതിൻ്റെ പാസ്റ്റിൽ ഡെവലപ്പ് ചെയ്തത് അതുപോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇപ്പോഴത്തെ നമ്മൾ എന്താണോ കൺസിഡർ ചെയ്യുന്ന സിറ്റി, ഇപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം എങ്ങനെ ഡെവലപ്പ് ആവുന്നു എന്ന് അതങ്ങനെ ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ പ്ലാൻ മെത്തേഡ്, അല്ലെങ്കിൽ ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് സോണിംഗ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ മാസ്റ്റർ പ്ലാൻ മെത്തേഡ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോണിംഗ് മെത്തേഡ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ സിറ്റിയെ കുറേ സോൺസ് ആയിട്ട് തിരിക്കും. അതായത് കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ ഏരിയാസ്, റെസിഡൻഷ്യൽ ഏരിയ, സ്കൂള്, കോളേജ്, പാർക്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് തിരിക്കും. ഇങ്ങനെ തിരിച്ചിട്ട് എന്ത് ചെയ്യും, ഇനി ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ സോണിലും
എന്തുമാത്രം പോപ്പുലേഷൻ അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യും. ആൻഡ് 25 to 30 years ആണ് നമ്മൾ മാസ്റ്റർ പ്ലാൻ മെത്തേഡിന് നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. സോ ദ പോപ്പുലേഷൻ ഡെൻസിറ്റീസ് ഫോർ വേരിയസ് സോൺസ് ഓഫ് ദ ടൗൺസ് ടു ബി ഡെവലപ്ഡ് ആർ ആൾസോ ഫിക്സഡ്. അത് നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞു ഓരോ സോണായിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ സോണിലെയും പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻറ്റു നമ്മുടെ ആ ഒരു ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ നമുക്ക് കിട്ടും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ റേഷ്യോ മെത്തേഡ് അല്ലെങ്കിൽ അപ്പോർഷൻമെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റിയുടെ സെൻസസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഓഫ് ദ ഹോൾ കൺട്രി. ഓക്കെ, ഹോൾ കൺട്രിയുടെ ഇത്ര പെർസെൻറ്റേജ് ആണ് ഈ സിറ്റിയിലുള്ള പോപ്പുലേഷൻ എന്നാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യേണ്ടത് കളക്ട് ലോക്കൽ പോപ്പുലേഷൻ ആൻഡ് കൺട്രീസ് പോപ്പുലേഷൻ. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ് ഒരു സെൻസസ് സിറ്റിയുടെ സെൻസസ് പോപ്പുലേഷൻ റെക്കോർഡിൽ നമ്മളെപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഹോൾ കൺട്രിയിൽ, അതായത് എൻ്റെ ഇവിടെ ഇപ്പം 5 ഞാനിപ്പോൾ വെറുതെ അസ്യൂം ചെയ്യണം, ഒരു സിറ്റി, ആ സിറ്റിയിൽ 5 ആൾക്കാരെ ഉള്ളൂ. ഓക്കെ, ബട്ട് എൻ്റെ ആ ഹോൾ കൺട്രിയിൽ 100 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ആ ഒരു സിറ്റിയുടെ പോപ്പുലേഷൻ ഞാൻ എങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്? സോ 5% എന്ന് പറയുന്നത് റിസൈഡിങ് ഇൻ ദ സിറ്റി എന്നും പറഞ്ഞായിരിക്കും ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഇങ്ങനെ പറയണമെങ്കിൽ എനിക്ക് എന്ത് വേണം, ഞാൻ എടുക്കുന്ന സിറ്റി, ആ സിറ്റിയുടെ പോപ്പുലേഷനും വേണം, അതുപോലെ തന്നെ കൺട്രിയുടെ പോപ്പുലേഷനും വേണം. അതിനെയാണ് നമ്മളിവിടെ എന്താണ് ലോക്കൽ പോപ്പുലേഷനും കൺട്രീസ് പോപ്പുലേഷനും കളക്ട് ചെയ്യണമെന്ന് പറയുന്നത്. എത്ര വർഷത്തെ ലാസ്റ്റ് 4 to 5 decadesലെ കളക്ട് ചെയ്യണം നമ്മൾ എന്താണ് ഡേറ്റ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ലോക്കൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ നാഷണൽ പോപ്പുലേഷൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ് ആക്സിസിൽ എന്ന് പറയുന്നത് ടൈമും അതിൻ്റെ വൈ ആക്സിസിൽ റേഷ്യോ ആയിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഡിസൈൻ പീരീഡ് എത്രയാണോ ആ ഒരു പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ ഗ്രാഫിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് ഞാനിപ്പോൾ എക്സ് ആക്സിസിൽ ടൈം വരച്ചു, വൈ ആക്സിസിൽ റേഷ്യോ ആണ്. ഞാനത് വരച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഗ്രാഫാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, എനിക്ക് വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മൾ നേരത്തെ സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ പറഞ്ഞ പോലെ എക്സ്റ്റെൻഡ് ചെയ്തു. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും, ഇവിടെ പോപ്പുലേഷൻ ആണോ കിട്ടുന്ന, അല്ല, റേഷ്യോ കിട്ടും. ഓക്കെ, ഗ്രാഫ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ റേഷ്യോ കിട്ടാം. അപ്പോൾ ആ റേഷ്യോ ഇൻറ്റു എക്സ്പെക്റ്റഡ് നാഷണൽ പോപ്പുലേഷൻ. ഓക്കെ, നമ്മളിനി വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ നാഷണൽ പോപ്പുലേഷൻ ഭാവിയിൽ എത്ര വരും, ഡിസൈൻ പീരീഡ് എത്രയാണോ അത്രയും വർഷം ആകുമ്പോഴത്തേക്ക് എത്ര വരും എന്ന് കണ്ടുപിടിക്കുക. അതേ ഇൻറ്റു ദിസ് റേഷ്യോ ചെയ്യുമ്പോൾ നമ്മുടെ സിറ്റിയുടെ ഫ്യൂച്ചർ പോപ്പുലേഷൻ കിട്ടും. അതാണ് റേഷ്യോ മെത്തേഡ് അല്ലെങ്കിൽ അപ്പോർഷൻമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.